Hello guys, Reenu was successfully completed her professional period. She is now full-time employee. By the way, I am Adi Vasantham. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പുറത്താ. നാട്ടിൽ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഓണമൊക്കെ ആകുമ്പോഴേ ഞാൻ നാട്ടിൽ വരും. അപ്പോഴല്ലേ വസന്തകാലം ഉള്ളത്. This team is like a family. ഈ ടീമിലെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എനിക്കറിയാം. റീനുവിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയട്ടെ. നാട് കാശ്മീർ. വീട്ടിൽ 2-3 ഫ്രിഡ്ജ് ഉണ്ട്. എന്നിട്ടെന്നാ നമ്മുടെ കമ്പനി ചൂസ് ചെയ്യാൻ കാരണം വെയിറ്റ് പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു ഇല്ലേ? ഓക്കെ, വെൽക്കം ടു സമ്മർ. എടാ കല്യാണത്തിന് ശേഷം എനിക്ക് റീനു തണുപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ്. എടാ ചൂടെ അവള് തണുപ്പാ, നിങ്ങൾ തമ്മിൽ നല്ല അന്തരമുണ്ട്. എടാ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അവൾ എന്നോട് എന്തോ ചോദിച്ചെന്നറിയോ? ഇവിടെ നിൽക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൂടായോ? അതിന് ഞാൻ ഇവിടെ തന്നെ നിൽക്കാനാ അവൾ ഉദ്ദേശിച്ചത്. എടാ മോനെ, നീ ചൂടാണ്, നിനക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇല്ല, മൊത്തം പുച്ഛമായിരിക്കും. എടാ അവള് തണുപ്പാ, അവള് വർക്ക് ചെയ്യുന്ന AC കമ്പനിയില പോർഷ. എടാ എനിക്കറിയാം, ഞാനായ ചൂടിന് ഇവിടെ വലിയ ഡിമാൻഡ് ഒന്നും ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ കാനഡയിൽ പോകണ്ടിരുന്നത്. അവിടെ നല്ല തണുപ്പല്ലയോ, അവിടെ ആൾക്കാരെന്നെ ഹീറ്ററായിട്ട് യൂസ് ചെയ്തോളും. എന്തോ നിനക്ക് പൊക്കൂടായോ? ഞാനോ റീനു എന്ന തണുപ്പിനെ കാണുന്നതിന് മുമ്പ് വരെ എന്റെ പ്ലാൻ അതായിരുന്നു. ഇനി ഞാൻ ഇവിടുന്ന് എങ്ങും പോവില്ല. അവളും ആ JK വസന്തവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അവര് തമ്മിൽ എല്ലാം കഴിഞ്ഞതാ. ഒന്ന് പോടാ അവിടുന്ന്. ഒരു മഴസോകം വന്നപ്പോ കുറച്ച് തണുപ്പും കുറച്ച് വസന്തം വേണമല്ലോ. അങ്ങനെ ജോയിൻ ചെയ്ത് ഡാൻസ് കളിച്ചാ അതിന്റെ അപ്പുറം ഒന്നുമില്ല. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അവള് താമസിക്കുന്നതിനടുത്ത് പോയിട്ട് നമ്മളും താമസിക്കുന്നു. എടി റീനു, നീ അറിഞ്ഞോ അവന്മാരെ നമ്മള് താമസിക്കുന്ന സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നെന്ന്? അവന്മാരുടെ കൂടെയുള്ള ഉഷ്ണത്തിന് നിന്നോട് നല്ല താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പോടി അവിടുന്ന്. എന്താണ് വിഷയൊക്കെ? പേടിക്കേണ്ട കേട്ടോ, ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല. എടാ ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്യണമായിരുന്നു. അതിനെന്താ, നമ്മുടെ നല്ല വോൾക്കാനോ കേക്ക് ഉണ്ട്, പിന്നെ തീക്കരല ഗ്രില്ലുണ്ട്. അല്ല, ഈ നോർമൽ ആയിട്ടുള്ള ഒന്നും ഇല്ലയോ? എന്നാ പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് തിളക്കുന്ന നല്ല കപ്പ ബിരിയാണി ഉണ്ട്, പിന്നെ ആവി പുഴുങ്ങിയ മുട്ട ബിരിയാണി ഉണ്ട്. അതൊന്നും അല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഐസായിട്ടുള്ള വല്ലതും ഉണ്ടോ? നല്ല ഹോട്ട് ഐസ് ഉണ്ട്, 300 ഡിഗ്രിയേ ഉള്ളൂ. ഓ, ഇവരെ കൊണ്ട് തോറ്റ്. നീ എന്തേലും കൊണ്ടുവാ. ഇവിടെ ഇച്ചിരി തടുത്ത സ്ഥലമാണ്, നമുക്ക് പിന്നെ ഡെലിവറി ഒന്നും ഇല്ലാത്തതായിരുന്നു. റീനിന് വേണ്ടി മാത്രമായിട്ടാ കൊണ്ട തന്നെ. ഇവിടെ ആരുടെ കടയിലാ വർക്ക് ചെയ്യുന്നേ? ഇവിടെ ഒരു പാലക്കാട്ടുകാരൻ ചേട്ടന്റെ കടയുണ്ട്, നമുക്ക് പുള്ളിയോടൊക്കെ അല്ലേ പറ്റത്തുള്ളൂ. എടി റീനു, നീ പിന്നെ മറ്റേ JK വസന്തമായിട്ട് എന്തെങ്കിലും കമ്പനി ഉണ്ടോ? ചൂട് സച്ചിനെ കണ്ടിട്ട് എന്തോ തോന്നുന്നു. വസന്തം ഇല്ലയോ, നിങ്ങൾ തമ്മിൽ നല്ല മാച്ചാ. ശരി എന്നാ. റീനു, ഈ ചൂട് ഐറ്റംസ് എവിടുന്നാ? ഇവിടെ ഒന്നും കിട്ടത്തില്ലല്ലോ. നമ്മുടെ സച്ചിൻ ചൂടുണ്ടല്ലോ, ഇവിടെ ഒരു പാലക്കാടുകാരൻ ചേട്ടന്റെ കടയിലാ നിക്കുന്നേ, അവിടുന്ന് മേടിച്ചയാ. ഇതാരും കഴിക്കരുത്, ഇതിന്റെ പോയിസൺ ഉണ്ട്. This is comedy JK kidding. എടാ നിനക്ക് ഞാനേ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലി ഒപ്പിച്ചേരട്ടെ? അല്ല, നിങ്ങളുടെ ഒരു AC കമ്പനി അല്ലയോ, അവിടെ ഈ ചൂടിന് എന്താ റോള്? നമ്മുടെ കമ്പനിയിലെ പാലക്കാടുകാർക്ക് വേണ്ടിയേ ചൂട് AC ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിനക്കൊരു ജോലി തരാം. അപ്പൊ ഞാൻ CV സെറ്റ് ആക്കട്ടെ. ആ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അന്മാരിൽ നിന്ന് മാരിടാക്കാൻ വേണ്ടി ഒരു എസിന്റെ ഇത് മതി. ഓ, എന്നിട്ടാ പെണ്ണെന്തേ? ആ പെണ്ണാണ് ഇപ്പം എനിക്ക് വേണ്ടി CV ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എടാ എടാ ചൂടാ, നീ എന്നെ പ്രപ്പോസ് ചെയ്യാനോ? ആന്ന്. എന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും മോശം പ്രപ്പോസൽ ചെയ്തു. അത് പിന്നെ ഞാൻ ചൂടാന്ന് അറിഞ്ഞിട്ടും എനിക്ക് വേണ്ടി നീ ജോലിക്ക് വേണ്ടി CV തയ്യാറാക്കുന്നു, നിന്റെ ഫ്ലാറ്റിലോട്ട് എന്നെ വിളിക്കുന്നു, ബർത്ത്ഡേ ഫംഗ്ഷന് വിളിക്കുന്നു. ഇതിലൊക്കെ അർത്ഥം ഉണ്ടോ? നടക്കില്ല മോനെ, നടക്കില്ല. എടാ പിന്നെ ആ തണുപ്പ് റീനു എന്നെ റിജക്ട് ചെയ്തു കേട്ടോ, റിജക്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ ഓക്കെയാ. എടാ നാളെ മുതൽ രാവിലെ ഞാൻ ഇറങ്ങാൻ പോവാ. 40 ഡിഗ്രി ചൂട്, എല്ലാവരും ചൂടുള്ള പൊള്ളിക്കും. നീ വരത്തില്ലയോ? നീ വരത്തില്ലയോ? ഓ, നിനക്ക് പിന്നെ രാത്രി ആൾക്കാർ ഉഷ്ണിക്കാൻ വേണ്ടി പോകണമില്ലയോ, പിന്നെ രാവിലെ ക്ഷീണമായിരിക്കും. സാരമില്ല, ഞാൻ പോകോളാം. സീന, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ. നീ നിന്റെ കാര്യം ചെയ്തോ, ഞാൻ ഓക്കെ. എനിക്ക് ഈ മനസ്സിലാ പറ്റത്തില്ലടാ. എടാ നമ്മുടെ
സച്ചിൻ ചൂടെന്തേ? അവൻ ചെന്നൈക്ക് പോയി. അവനൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ എന്തിനാ നിന്നോട് പറയുന്നേ? നീ അല്ലേ അവനോട് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടെന്ന്. അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴേ ഇത് നിന്റെ ആദ്യത്തെ റിജക്ഷൻ ആയിരിക്കില്ല എന്ന് നീ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലയോ? എങ്ങനെയാടി ഇങ്ങനെയൊക്കെ പറയാൻ കോൺഫിഡൻസ് കിട്ടിയേ? പണ്ട് നീ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ ലൂസ് മോഷൻ ആയി കിടന്നപ്പോഴേ 6 മണിക്ക് ശേഷം മരുന്ന് കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോ കഷ്ടപ്പെട്ട് മരുന്ന് മേടിച്ചോണ്ട് വന്നവനാ സച്ചിൻ. അത് മരുന്ന് തന്നെ അല്ലായിരുന്നു, അല്ലാതെ പൊതിച്ചോറൊന്നും അല്ലല്ലോ. എടി ഞാനൊക്കെ പറയുന്ന പോലെ അല്ല നീ പറയുമ്പോൾ. എടാ ഞാൻ അവന് ഹെർട്ടാവാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല. എന്നാൽ അവൻ ഒട്ടും ഹേർട്ടായിട്ടില്ല. ഓ നിങ്ങള് പിന്നെ തണുപ്പ് വസന്തമായിട്ടൊക്കെ ചേരത്തുള്ളല്ലോ, നമ്മള് പിന്നെ ചൂടല്ലയോ. എടി നമുക്ക് ഇപ്പോഴാണ് ഇത്രയും ചൂടൊക്കെ വന്നു തുടങ്ങിയത്. പണ്ടൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഇതിനൊക്കെ കാരണേ ഇവിടുത്തെ ആളുകൾ തന്നെ. എടി നീ പേടിക്കണ്ട, അവൻ പോയി. ഇനി ഒട്ടും നിനക്ക് ചൂട് അനുഭവിക്കത്തില്ല.